ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ, പണ്ട് നമ്മളോട് ഒരുപാട് അഭേദ്യമായ ബന്ധം പുലർത്തുകയും എന്നാൽ പിൽക്കാലത്ത് ആ ബന്ധം പിന്നെ നമ്മൾ ബന്ധമില്ലാത്ത രീതിയിൽ പോവുകയും വീണ്ടും കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആ ബന്ധം നമ്മളോട് വീണ്ടും പുലർത്തുകയും ചെയ്ത, എന്നാൽ ഏതൊരു വെളിപ്പുറത്തും നമുക്ക് നമ്മളൊരു കണ്ണിലുണ്ണിയായി നിന്ന് നമ്മുടെ സ്വന്തം അസ്ലം ഖാൻ്റെ ഏറ്റവും പുതിയ ഷോപ്പായിട്ടുള്ള മീനോളം തുറക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നബീൽ അദ്ദേഹത്തിന്റെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഒരുക്കൂടിയിരിക്കുകയാണ്. ഇപ്പൊ ഷോപ്പ് തുറന്നിട്ടില്ല. ഷോപ്പ് ഇപ്പൊ എന്താണ്, ട്രയൽ റണ്ണാണ്. ഷോപ്പ് ഇപ്പൊ ട്രയൽ റണ്ണാണ്. നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി മാത്രം ഫുഡ് നോക്കിയിട്ട് അവരുടെ അഭിപ്രായം നോക്കിയിട്ട് ഇനി തുറക്കണ തീരുമാനിക്കും. തുറക്കാനായോ നോക്കും. അപ്പൊ അറശി എങ്ങനെ വീഡിയോ എടുക്കണം അറിയാം? അസറോ, അറശി എങ്ങനെ വീഡിയോ എടുക്കണേ? അപ്പം അസ്ലം ഖാന്റെ അടുക്കളയിലാണ് നമ്മളുള്ളത് കേട്ടോ. പുതിയ മീനോളത്തിന്റെ അടുക്കളയിലാണ്. കടലിൽ കിട്ടണ എല്ലാ മീനോടും ബീച്ചിന്റെ ഫ്രണ്ടില് കടലിൽ ചൂണ്ടയിടും, പിടിച്ചുകൊണ്ടുവരും, ഫ്രൈ ആക്കും, കൊടുക്കും. കിട്ടും. ഇതിന്റെ പ്രത്യേകത അസ്ലം ഖാനെ ബോട്ടിൽ പോയിട്ട് പിടിച്ചോണ്ടിരുന്ന മീനുകളാണ്. ഒരു മീനുകളാണ്. അസ്ലം 5-5:30 ആകുമ്പോൾ സുബൈസ്കാരം കഴിഞ്ഞിട്ടാണ് ഇറങ്ങുകയാണ്. കാരണം 1 മണിയാകുമ്പോൾ ഇവിടെ മീനെത്തി ഇവിടെ വെച്ച് വേവേണ്ട ആൾക്കാർക്ക്. അപ്പൊ നമുക്ക് ഒരുപാട് അതിഥികൾ ഇന്ന് വന്നിട്ടുണ്ട്. അസ്ലം ഖാന്റെ ഏറ്റവും പുതിയ സംരംഭമാണ് അസ്ലം ഖാന്റെ മീനോളം ബീച്ചിലാണ്. ഉച്ചക്കത്തെ ചോറും വാഴയിലയിൽ ചോറും നാടൻ ഫിഷ് ഫ്രൈയും ആണ്. നമ്മളെ ഷെഫ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്ത മധു ഷെഫാണ്. മധു ഷെഫ്, ചേട്ടൻ ഒരു ഹായ് കൊടുക്കൂ. മധു ഷെഫ് ഹായ് കൊടുക്കൂ. ഹായ് ആളാണ് നമ്മളെ ഷെഫ്. ഹായ്, മധു ചേട്ടനാണ് നമ്മളെ ഷെഫ്. 10-40 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ഒരാളാണ്. അപ്പം മധുചേട്ടനാണ് നമുക്ക് ഇത് വേണ്ടി ഫിഷും കാര്യങ്ങളെല്ലാം കപ്പാച്ചക്ക കാന്താൻ്റെ ഒക്കെ ഹെഡ് ഷെഫായിട്ട് ഉണ്ടായിരുന്ന ഒരാളാണ്. ആളുടെ അണ്ടറിലാണ് ഇവിടെ എല്ലാം ബാക്കി എല്ലാ കാര്യങ്ങളും നടത്തുന്നത്. അപ്പോൾ ഉപ്പേരി സാധനങ്ങളൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഊണ് ഇഷ്ടമുള്ളവർക്ക് കണ്ണും പൊട്ടി പോരാ, അല്ല പറയുള്ളത്. അപ്പോൾ ഇതാ സുഹൃത്തുക്കളെ, നമ്മളെ കൂട്ടത്തിലെ ആൾക്കാർ ഫുള്ള് ഇവിടെ എത്തിയിരിക്കുന്നു. ഇതാ അമ്മായി ടേബിൾ. അമ്മായിമാർ ഒരു നേരം ഒത്തുകൂടി ബാക്കിയുള്ള ആൾക്കാരെ കുറ്റം പറയുന്ന ആ ഒരു ടേബിൾ ഒരുപാട് കാലത്തിന് ശേഷം ഉണർന്നിരിക്കുകയാണ്. വളരെ ഇനി കുറച്ചും കൂടി അതിഥികൾ ഇതിലേക്ക് വരാണ്ട്, ലീൻ റെഡ് ഒന്നും എത്തിയിട്ടില്ല. അപ്പോൾ അമ്മായി ടേബിൾ കുറച്ച് കഴിഞ്ഞാൽ ഉണരും. അതുപോലെ തന്നെ അപ്പുറത്ത് നോക്കുകയാണെങ്കിൽ അസീബുണ്ട്, പൈച്ചുണ്ട്, നിഹാലുണ്ട്. നിഹാൽ എന്തിനാ അവിടെ തലമുറ മാസ്ക് ഇട്ടിരിക്കണത്? അജ്മൽ ഷാഹിമുണ്ട്, അഫിയുണ്ട്, മർജുണ്ട്. ഇപ്പം ഇന്ന് തൃശ്ശൂരിൽ നമുക്ക് വേണ്ടി വന്നാട്ടോ. അത് എന്തിനാണെന്നുള്ളത് നിങ്ങൾക്ക് വൈകാതെ മനസ്സിലാവും. അജ്മൽ ഷാഹിമെന്ന് എന്തിനാണ് വന്നതെന്നുള്ളത് എല്ലാവർക്കും കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം നിങ്ങൾക്ക് ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല, പക്ഷെ പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലാവും. ഈ വ്ളോഗ് അവസാനം വരെ കണ്ടോളി, നഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ അജ്യോതിനെ ക്യാമറ പിടിപ്പിക്കുകയാണ്. കാരണം ബാംഗ്ലൂരിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. നല്ലൊരു വലിയ കോഴ്സ് പഠിച്ചു. 100% പ്ലേസ്മെൻറ്റോട് കൂടി ക്ലാസ് കഴിഞ്ഞ പോലെ വരെ പോകാൻ പറഞ്ഞു. അപ്പം ഇതേപോലെ ബല പിടിച്ചണ പോലെ വല്ല ക്യാമറ ലൈറ്റൊക്കെ പിടിച്ചിട്ടാണ് ഇനി ശിഷ്ടകാലം ജീവിക്കണം എന്നുള്ളത് അജോദിൻ്റെ ആഗ്രഹം. പറയും അർഷി, നമ്മൾ ഈ വീഡിയോ അല്ലേ, ഈ വ്ളോഗ് നമ്മൾ തിന്ന് കയ്യോളം എടുക്കണില്ലേ? അല്ല, അർഷി വീഡിയോ പിടിക്കൂലേ? പിടിച്ചതന്നെ അർഷി വീഡിയോ തിന്ന് കയ്യോളം പിടിക്കൂലേ? അർഷി കണ്ണു മുറങ്ങ് മാറി. ഞാനോ? അപ്പോൾ നമ്മള് ടാബ്ലറ്റ് കേട്ടോ ഒരു തലക്കന്ന് ആൾക്കാർ വിളമ്പി തുടങ്ങിയിരിക്കുകയാണ്. ഇതാണ് ആസ്തറ്റിക് കേട്ടോ. ആസ്തറ്റിക് ഹോട്ടലാണ്. വാ, പുറത്തുനിന്ന് കാണിച്ചു കൊടുക്കാം. വാ, ഇപ്പതാ മീനോളത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മീനോളത്തെ കുറിച്ച് അടിപൊളി. അസ്ലംക്ക് ഓൾറെഡി എന്താ പറയാ കഴിവ് തെളിയിച്ച ആളാണല്ലോ ഫീൽഡില്. അപ്പൊ പിന്നെ നമ്മള് അസ്ലംഖാന്റെ സ്വന്തം സ്ഥാപനമാകുമ്പോ പിന്നെ നമ്മളൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. അടിപൊളിയാവും. എന്താണ് ഇന്ന് ഫുഡ് കഴിക്കുക? ഒരുപാട് കാലത്തിന് ശേഷം വരികയാണല്ലോ. അപ്പൊ ഭക്ഷണത്തിനെ കുറിച്ച് എന്താണ് പ്രതീക്ഷകൾ? തിന്നാന്ന് കിട്ടിയപ്പോ കിട്ടുന്ന രണ്ടാളും വണ്ടൂരിന്ന് നജ്മി വണ്ടി കയറി, ഇതേപോലെ മറ്റേ പാലാങ്കരന്ന് നജ്മി വണ്ടി കയറി. അപ്പൊ നജ്മനെ വിളിച്ചാണ്ട് പറഞ്ഞാലോ, ഒന്ന് നമുക്കൊരു സ്ഥലം വരെ പോകണം, 10 മണിക്ക് വിളിച്ചാണ്ട് 10:30 മാറ്റി കയറണല്ലോ. അപ്പൊ നജ്മ ഇവിടെ എത്തി. ഞങ്ങൾ നജ്മ ലിസ്റ്റിലില്ലല്ലോ. നജ്മ എങ്ങനെ ഇവിടെ എത്തി? അപ്പൊ രശ്വന്റെ പണിയാണ് നജ്മനെ കൊടുക്കുന്നത് കേട്ടാ. ഇരിക്കി ഓ ഇവലെ പറ്റി ഷൂട്ട് ചെയ്യണേ ഈ അജുവദിനെ.
സമ്മതിച്ചടാ ഇഷ്ടകാലം അഭിനേതാവായി ജീവിക്കാന്നുള്ള ആഗ്രഹം ഉണ്ടല്ലേ? ചെറുതായിട്ട് മനുഷ്യനല്ലേ പൂതി ഉണ്ടാവും. ചോറ് വിളമ്പട്ടോ. അസറു ചാമ്പി ബാസിലും ചാമ്പിട്ടോ. വീഡിയോന്റെ ഫ്രണ്ടിലൊക്കെ എൻ്റെ ഒപ്പം വന്നിട്ടുണ്ട്. ചോറ് വന്നപ്പം എല്ലാം അവിടെ വന്നിരുന്നു കേട്ടോ. അസറോ അസറോ നെക്സ്റ്റ് വീക്ക് ബാസിലപ്പം എടുക്കണം. നെക്സ്റ്റ് വീക്ക് അവിടെ ഇരിക്കണം. എടാ ഗ്യാപ്പിൽ നെജുവിനെ ഒഴിവാക്കി പോയിട്ടോ. ആയിക്കോട്രാ സമ്മതിച്ചടപ്പിലേക്ക് ഞാൻ ഇന്ന ഇരിക്കണേ. ഇന്നായിക്കോട്ടെ നെജുമ, ഞാൻ ചോറിനിട്ട് വരെ എൻ്റെ മാപ്പിളൻ്റെ ഒപ്പം പറഞ്ഞു പോയിട്ടോ. അപ്പൊ പൈച്ചു കണ്ണൂരിൽ നിന്നും പൈച്ചു വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. നിയാല് പിന്നെ കോഴിക്കോട് തന്നെ ഉണ്ടായിരുന്നു. FX3 അർഷിൻ്റെ ഏറ്റവും പുതിയ ലെൻസുമായിട്ട്. അർഷിൻ്റെ അല്ലേ? അർഷിൻ്റെ ഏറ്റവും പുതിയ ലെൻസും തൊപ്പുള്ള ലെൻസും തൊപ്പുള്ള മൈക്കൊക്കെ വെച്ചിട്ടുള്ള അർഷിൻ്റെ ഒരു ഷൂട്ടിങ് നിയാൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ എടാ സൽമാൻ എടുത്തു നിയാലെ? ഷൂട്ടിലല്ലേ? എന്താണ് ക്രിക്കറ്റിൻ്റെ? നമ്മളെ ക്രിക്കറ്റിൻ്റെ? അപ്പോൾ അതാണ് മീനോളം റെസ്റ്റോറൻറ്റ് ഔട്ട് സൈഡ് ഇട്ടാ. നമ്മളെ കാലിക്കറ്റ് ബീച്ചിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ്. അസ്ലം ഖാൻ്റെ പീടിക കൊണ്ടാണ് നമ്മൾ പീടിക തുറക്കുന്നതിന് മുന്നേ എത്തിയേട്ടാ. ഇതാ കണ്ടോളൂ, നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മീനോളം. അപ്പുറത്ത് കാണിച്ചു കൊടുത്തത് വേർ ഫിഷ് കംസ് ഫസ്റ്റ്. അതാ. അപ്പോൾ അതെല്ലാവരും നബീലിൻ്റെ പരിപാടിക്ക് മുമ്പാകെ എല്ലാവരും അണിനിരന്നിരിക്കുന്നു. അപ്പം നമുക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും. ഈ വ്ളോഗ് മിസ്സാക്കണ്ട. ഇന്നത്തെ കുതിരവിടൽ ഫുള്ള് വരാൻ പോണത് ഈ വ്ളോഗിലാണ്. എന്തൊക്കെയാണെന്ന് നബീലിൻ്റെ ഉദ്ഘാടനത്തിന് നടക്കാൻ പോകണമെന്നുള്ള നബീലിന് പോലും ഐഡിയ ഇല്ല. അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വണ്ടിയിൽ ഞങ്ങളെ സാധനങ്ങളൊക്കെ സെറ്റാണ്. കാണാം. ചാമ്പിലെ ആടാ ഇന്റെ ഇപ്പൊ വീഡിയോ എടുക്കുമ്പോണ്ടല്ലോ ബാസിലും അസറും ഒക്കെ ഉണ്ടായിനി. എടുത്തെടുത്ത് ഇങ്ങനെ വരുമ്പോൾ ആള് കുറഞ്ഞിട്ടോ. പിന്നെ അങ്ങനെ നോക്കുമ്പോൾ ഞാനും അറസി മാത്രം ബാക്കിയുള്ളൂ. നമുക്ക് ഇവിടെ ഇരിക്കാം. ഞങ്ങൾ ഇവിടെ ഇരുന്നോ, ഞാൻ ഇയാളൊക്കെ ഇവിടെ ഇരുന്നുണ്ട്. അപ്പം എന്തായാലും ഭക്ഷണം കിട്ടിക്കഴിഞ്ഞിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. സാർ നേരെ. അപ്പം ഇന്ന് ആട്ടം കലാസംഘം കൂറ്റമ്പാറ അവതരിപ്പിക്കുന്ന നായാട്ടാണ് നബീലിൻ്റെ പരിപാടിയിൽ നിന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. എന്നെ ഒരുപാട് വേദികളിൽ കണ്ടിട്ടുള്ള ആളാണ് ജുനൈദ് ഖാ. ജുനൈദ് ഖാ നമ്മളെല്ലാ പരിപാടിക്കും ബൗൺസറായിട്ടുണ്ടാവുന്ന ആളാണ് കേട്ടോ. ജുനൈദ് ഖാൻ എന്തിനാണ് വന്നത് എനിക്ക് മനസ്സിലാവില്ല. കാരണം ഇന്ന് ജുനൈദ് ഖാൻ്റെ ഒരു ആവശ്യം ഇന്ന് നബീലെ വിളിച്ചപ്പം ജുനൈദ് ഖാൻ വന്നത്. നമ്മളെല്ലാ പരിപാടിക്കും വരുന്ന ആളാണ് ജുനൈദ് ഖാൻ. നമ്മളെല്ലാ പ്രൊട്ടക്ഷൻ പരിപാടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളേത് ബൗൺസേഴ്സിന് ആവശ്യമായ പരിപാടിക്കും കണ്ണൂരിൽ നിന്ന്, ഇനി കണ്ണൂരാവട്ടെ കാസർഗോഡാവട്ടെ എവിടെ പരിപാടി നടക്കുമ്പോഴും കോഴിക്കോടാവട്ടെ നമ്മളെ ഫുള്ളി പ്രൊട്ടക്ട് ചെയ്യുന്ന ആളാണ് ജുനൈദ് ഖാൻ. അപ്പോൾ ഇന്ന് ജുനൈദ് ഖാനെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഇന്നിപ്പോൾ ജുനൈദ് ഖാൻ എങ്ങനെ എന്നെ പ്രൊട്ടക്ട് ചെയ്യും? കാരണം ഞാൻ ഇടാൻ പോകണം ജുനൈദ് ഖാൻ ഇപ്പോൾ കാണുന്നുള്ളൂ. ഫുള്ളി ഫ്രീ, നമുക്ക് ഫുള്ളി ഫ്രീഡം ഉള്ള പരിപാടിയാണ്. അതായത് എല്ലാം നമ്മൾ തന്നെ നടത്തുന്നത്. അപ്പം എന്താ പ്രശ്നങ്ങളില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞാൻ അസറും മുമ്പലൊക്കെ എന്ത് ചെയ്യാണ് കൊരങ്ങന്റെ കോസ്റ്റ്യൂമിലാണ് വരുന്നത്. അപ്പൊ ആൾക്കാർക്കൊന്നും അറിയില്ല. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വരുള്ളൂ. അപ്പൊ ആയിക്കോട്ടെ പ്രൊട്ടക്ട് ചെയ്തിട്ടോ, കാരണം ആൾക്കാർക്ക് ഞാൻ രണ്ട് മനസ്സിലാവും. അങ്ങനെ ചെയ്തിട്ടോ. ഓക്കെ വേണ്ട അഫിയെ, അത് ഞാന് അസറു പിന്നെ ഈച്ചു. അനക്കിടണോ? ഇടല്ല സാധനം ഉണ്ട്. ഇങ്ങോട്ട് വാ, അങ്ങോട്ട് വാ, അങ്ങോട്ട് വാ. ഈ മുന്നത്തെ റോഡ് കൂടെ അങ്ങോട്ട് വാ. ബായ്. നമ്മളെ സ്വന്തം ആളാണ് കേട്ടാ. പേര് പറഞ്ഞാണീ മനാല്. നമ്മളെ വ്ളോഗെല്ലാം കാണുന്ന ആളാണ്, നമ്മളെ പാട്ടെല്ലാം കേൾക്കുന്ന ആളാണ്. ഇന്ന് ഒരുങ്ങി ഫുള്ള് സുന്ദരി എങ്ങാണ്ട് മറ്റേ ബാബി ഡോളിനെ പോലാണ് ഇന്ന് മനാല് വന്നിക്കണം നമ്മളെ കാണാൻ. മനാലിനെ എപ്പോൾ എടുത്ത് ഞാൻ ബർത്ത്ഡേ വിഷ് ചെയ്തിരുന്നു. മനാല് ഭയങ്കര ഹാപ്പി ആയിരുന്നു അല്ലേ? ഇന്നെന്നാ സ്കൂളിൽ പോണേ? 1-ാം തീയതി തുറക്കും. അപ്പൊ സ്കൂളിൽ പോണം കേട്ടാ. ഓക്കെ, ഇന്ന് മറക്കരുത് കേട്ടാ. ഡീൽ. ഓക്കെ ബൈ ബൈ. അല്ല, ആരെങ്കിലും ഒരാൾ കേറിയാ മതി. ഈച്ചോ കേറാൻ മൂടില്ലേ? ഇവിടെ എല്ലാരും മൂടായി കേറി. ഇജു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചേരം അഫീഫിനെ ഇട്ടിട്ട് പിന്നെ എനിക്കിടാവാ. സാധനം ഉണ്ടേ, ഇത് ഊരിടാ. 2 മിനിറ്റ് ഉള്ളൂ ഇടാന്. നമ്മൾ വിചാരിച്ചത്ര ടഫല്ല.
തൃശ്ശൂരിൽ നിന്ന് നമ്മളെ കൂടെ പേര് പറയും രാംപ്രസാദ്. നമ്മൾക്ക് വേണ്ട ഇന്നത്തെ മത്സരത്തിന് ആവശ്യമായ വെടിക്കൊപ്പുകൾ സ്പോൺസർ ചെയ്തിരിക്കുന്നുണ്ട് രാംപ്രസാദ് തൃശ്ശൂർ. എടാ എടുക്ക്, ഡ്രസ് എടുക്ക്. അസരോ ബാ, എത്തി പേടിച്ചിക്കണേ. ഇല്ല ഞാൻ ധൈര്യം ചോർന്നു പോയോ? ഇല്ല ഹാഫിട്ടുണ്ട് ഇല്ല ബാ, എന്നാ പാടുക. അപ്പൊ ആൾക്ക് ആദ്യം കൊടുക്കാം. അതെ അസറു തിരിഞ്ഞേക്ക് വെച്ച് കെട്ടാൻ പോവുകയാണ്. ഇത് വലിയ സാധനല്ലേ, മേത്ത് നിൽക്കണ്ടേ? ഇന്ന് കോഴിക്കോടുള്ള ചെറിയൊരു മൃഗശാല തുറന്നു വിട്ടതായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അത്രയും മൃഗങ്ങൾ ഫർമിഗോയിൽ മിനി മൃഗശാല. ഒരു പേടിയില്ല. അജ്മലാണ് ഇതിന്റെ നേതൃത്വങ്ങൾ നൽകി കേട്ടോ. തൃശ്ശൂരിൽ നിന്നും അജ്മലാണ് ലാസ്റ്റ് മിനിറ്റ് സാധനങ്ങൾ വേണമെന്നാണ്. അപ്പൊ നമുക്ക് പടക്കോപ്പ് ഒരുക്കി തന്നത് അജ്മലാണ്. ഇന്ന് പാട്ടും പരിപാടിയും ഇല്ലാതെ നന്നായിട്ടോ. മാസ്ക് ഒന്നും വേണ്ട. അപ്പൊ കാണോ നമ്മളെ പൊടി ഉണ്ടാവൂലേ? അങ്ങനെ മാസ്ക് വെച്ചിട്ട് കയറാം. ഉള്ളില് ചെറിയ പൊടി ഉണ്ടാവൂലേ? അസറു ഇതാ നമ്മുടെ ടീമിന്റെ അഭിമാനം. കുറച്ച് പണി. ഫാൻ വെച്ചിട്ട് കാറ്റിറക്കണം. ഉള്ളില് ഇൻബിൽറ്റ് ക്രോക്സ് ഉണ്ടാവോ? ഹൈടെക്. ലിയാവുദ്ദീൻ, നീ എപ്പോ ഇവിടെ എത്തി? എപ്പോ എത്തി? ബപ്പടുത്ത് ഗൾഫിൽ നിന്നാട്ടോ. ഇതാ ഫയാസ് ഗൾഫിലാണ് ഫ്യൂച്ചർ അറിഞ്ഞ അങ്ങോട്ട് പോയി. ലീവിനെന്താ അത് നിർത്തി പോണോ? എന്താ ഇത്? ആലോചിക്കട്ടെ. കാണികളെല്ലാരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ കാഴ്ച എന്താണ് ആവാൻ പോകുന്നത്? എല്ലാവരും ഞെട്ടലോടെയാണ് കാത്തിരിക്കുന്നത്. എന്താവാൻ പോകുന്നത്? കരടി. പശു അല്ല, കരടി അല്ല, ഗോറില്ല. അല്ലല്ല, ഗോറില്ല. വയറോട് കണ്ടോ? മൂട്ടെന്താണ് കണക്ഷൻ? കേപ്പേ കഞ്ചുടുതാ. മൂട്ടിന്ന് കണക്ഷൻ ഇപ്പൊ വരും. ഒന്നും കാട്ടില്ലേ. എടാ കണ്ണ് കാണൂല. ഇതെട്ടടാ മുന്നിക്ക് കിട്ടോ അങ്ങോട്ട്. അയ്യോ എന്റെ മോനെ, സൈസോക്ക് അല്ല ഇങ്ങനെ വീർത്തേ. അത് അങ്ങനെ വീർത്തേ. രാത്രി റോട്ട് പോയിന്നാലേ കുട്ട അതെങ്ങനെ വീർത്തേ? അഫീഫേ അല്ല അടുത്തതിൻ്റെതും പിന്നെ അഫീഫ പിന്നെ കുറച്ച് കണ്ടിച്ച് ഇറങ്ങി കൊടുത്തോണ്ട് ഈച്ചൂന് ഇടണം പറഞ്ഞേ. പേടിയില്ലല്ലോ. അസറോ ചൂടുണ്ടോ? സംഭവം രസാവും, മൂടാവും. എങ്ങനെയുണ്ട് ഞങ്ങളെ പ്ലാൻ? പൊളിച്ച് വീർത്ത നിക്കണോന്ന് ചെയ്യും. ഇപ്പൊ എങ്ങനെയാ കുറച്ച് കഴിഞ്ഞാ പൊന്തു? ഫാനല്ല സുഹേൽക്ക്, അതിന്റെ കാറ്റവണ സാധനമാണ്. കേറി ഞാൻ സെന്ററിലേക്ക് കാറ്റ് തലടഞ്ഞു ഇനി ഉണ്ടാവില്ല. മൂന്നാളോ ആ വരുന്ന കാറ്റ് ഇപ്പൊ വീർത്ത് വരും.
എടാ വീർത്തടാ. അയ്യോ നോക്ക് സാധനം നോക്ക്. സാധനത്തിന്റെ വലിപ്പം കണ്ടോളിട്ടോ. ഇക്ക ബ്രോ അടുത്ത് അസർ ഒരു സൈഡിലേക്ക് സ്പ്രേ വേണോ? അതൊക്കെ അത്ര ഉള്ളൂ. അസറോ എനർജി ഫുള്ള് കഴിച്ചല്ലേ, അവിടെ പോയി നായ വെള്ളാണ്. ഒരു സൈഡിൽ നിന്നാ മതി. മൈക്ക് ഉള്ളിൽ വെക്കാം. അല്ലാണ്ട് കേക്കൂല. മുട്ടിലാണ് അതിന്റെ സിസ്റ്റം ഫുള്ള് കേട്ടോ. അതല്ല അയ്യടാ കേടത്തില്ലേ. ആ അടുത്തടുത്ത് ഞാനേതാ ഹൾക്ക. ആ ഇജിനോ ശ്രദ്ധിക്കണം കേട്ടോ. എങ്ങനെ പോകും? ബാറ്ററി വെച്ചാ അല്ലാതെ ഞാൻ പിന്നെ എന്തിനാ വന്ന് പരിപാടിക്ക്. എടാ മാസ്ക് എന്നാ പൊടിയുണ്ട്. ഇത് ഗോറില്ലനെ. ഹലോ സുഹൃത്തുക്കളെ, ഇതാ അടുത്തത് ഞാനാണ് കയറാൻ പോണത്. അല്ലല്ല എടാ ഹൾക്കാണോ നല്ലേ? ഇതല്ലേ എന്നത് മതി. ഹൾക്കനെ കുട്ടികളെ കുറച്ചുകൂടി നോക്കിനി. ഓടോ ഹൾക്ക് ഇട്ടാലോ? അയ്യോ കുട്ടാ എളുപ്പല്ലട്ടാ പ്രാഞ്ചി ഇതുപോലത്തെ ഓരോന്ന് ചെയ്യാൻ. അവിടെ ഒരു ക്രോക്സ് ഉണ്ട്. ആ എത്ര സൈസ്? എടോ കുഞ്ഞി ചെരുപ്പാട്ടോ. 5 സൈസ് ഉണ്ടോ ഉള്ളത്? 5 പോരാ. അല്ല അതിനുള്ളൂ. എന്റെ പകുതി കാല് പുറത്താണ് എന്തായാലും. അതല്ല അത് കയ്യാ. ഇന്റെ ക്രോക്സ് ഇടാൻ പറ്റുമോ ഇതിക്ക്? അല്ല ചെരുപ്പ് വലുപ്പല്ലേ? ആ സുഹേൽക്ക അതിന്റെ ബാക്കിൽ ഞങ്ങൾ പോയി ഇറങ്ങട്ടോ. അല്ല അത് കണ്ട ആൾക്കാർക്ക് മനസ്സിലാവും. ഏത് അങ്ങനെ പോയി. ആ അല്ല ഇതാ ആൾക്കാരെ ഇന്ന് കുതിരവിടലാണെന്ന് വ്ളോഗ് കാണുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. കാലേ എന്തുമല്ല കുടുങ്ങിയ പോലെ. എടാ പക്ഷെ ചെരുപ്പിന്റെ ഉള്ളില് വള്ളി അറിയണേ. ആടെ കിടക്കുക ഞാൻ തന്നെ റെഡിയാക്കുന്നുണ്ട്. അല്ല അതിന്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് എടുത്താൽ മതി. എന്താണ് ഈ ക്വസ്റ്റിനെ കുറിച്ച് പറയാനുള്ളതിനും? നല്ല അഭിപ്രായം. എടാ അതെന്താ? അല്ല കുഴപ്പമില്ല, ശീലവും. മർജു അത് ഡിസർവിങ് ആയിരുന്നു. എടാ ഞാൻ പാന്റ് മാറ്റി ട്രൗസർ ഇട്ടാലോ? അത്ര എനിക്ക് ആക്കണ്ടാവൂലേ? അല്ല അല്ല ചൂട് അത്രയും കുറയില്ലേ? മൈക്ക് ചാടി പോവോ?
ചെറിയ സാധനമൊന്നുമില്ല. നിനക്കൊരു ബാർബി ഡോൾ ഉണ്ട് പിന്നെ എടാ ഇത് ഇതിന്റെ ഉള്ളിൽ ചാടിയ മൈക്ക് ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവൂലേ? സഹോദരരെ കാണികളെ ഒരു നേരത്തെ കാണികൾക്ക് ഒരു നേരത്തെ എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ. ഇതൊന്നും ഇപ്പൊ നമുക്ക് ആവശ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ കാണികൾക്ക് ഒരു നേരത്തെ എന്റർടൈൻമെന്റ് ആയിക്കോട്ടെ എഴുതിയിട്ടാണ് നമ്മളിത് ചെയ്യണം കേട്ടോ. മഴ പെയ്താൽ കഴിഞ്ഞും ചെയ്ത് ബ്രോ ഉദ്ഘാടനത്തിന് ടൈമായി വേണ്ടു. അല്ലാ പഠിച്ചാനെ ഒന്നും കാണില്ല ഉണ്ണിമാനെ. ആ ഇനിയൊക്കെ ഇവിടെ ഉണ്ട്. മാറിന്നോ അസറോ കാത്തിരിക്കടാ ഞാനും വരുന്നുണ്ട്. ഇത് രസമല്ല. ഹൾക്കാക്കണോ? ഹൾക്ക് ഇടണോ? എടാ കാറ്റ് നിറയട്ടെ. അതിന് കാറ്റ് നിറഞ്ഞിട്ടില്ല. കാറ്റ് നിറയട്ടെ. ഇല്ല ഇല്ലടാ. എടാ കാറ്റ് നിറഞ്ഞിട്ടില്ല. ഓനെവിടെ? കുട്ടാ കെട്ടാനുണ്ട് ഉള്ളില്. ആ എന്നാ കെട്ടാൻ പറയാനോടേ. പിന്നെ അങ്ങനെ പൗതിവായി കിട്ടാണ്ട്. ഇത് കാറ്റായിട്ടില്ല. അതാ കാറ്റായിട്ടില്ല. കാറ്റ് അയ്യോ എന്നെ പീഡിപ്പിച്ചേ. തലയോടെ പോയി. മാറിന്നോളിട്ടോ. മാറിന്നോളി ബ്രോ. ആയോ? ഏയ് എടാ ആയിട്ടില്ല ബ്രോ. ആയിട്ടില്ല. ഇത് നേരെ നിക്കൂലേ? അല്ല എവിടെ പിടിച്ചിട്ടുള്ള കയ്യിലിട്. ആ നിർത്ത്. ആ അതിന് നടന്നോ? കേറാൻ കഴിയണില്ല. എടാ ഇത് താന്ന് ഇത് വിഗുണ്ടടാ. എടാ ഇത് നിലത്തേക്ക് വിഗുണ്ട്. ആ എന്താ ഇത്? ഇതോ? ആ ഓനോട് ചോദിച്ചോക്കെ ഇത് ഇങ്ങനെ തന്നെ ആണോ? ഇതൊക്കെ കുട്ടാ ഇത് നിലത്തേക്ക് ഇങ്ങനെ വീണോണ്ട് ഞാൻ പിടിക്കണം ഇതിൻ്റെ ഉള്ളിൽ. പ്രോപ്പറല്ലേ? മറ്റൊരു ബ്ലോഗ് ഉണ്ട്.
എടാ എടാ ഇതെന്തോ കാറ്റ് പ്രശ്നം ഉണ്ടടാ. അല്ല ഇതിന്റെ കാറ്റ് പോണ്ട്. എടാ എനിക്ക് ഹൾക്ക് മതി. ആ എന്താ കുട്ട കാറ്റ് പോണ്. കണക്ഷൻ പോയതോ മറ്റേ ഹൾക്കിട്ടോക്ക് ഹൾക്കും കിട്ടോക്കിയ ഇവിടെ എന്താ ഇതിന്റെ ചെറുപ്പം ചെറുതാണ്. അല്ല ചെരുപ്പ് ചെറുതാണ് അതെ. അങ്ങനെ കുട്ടാ നിക്കാതെ നിക്കല 15-ാം തീയതി കല്യാണത്തിന് ഇറക്കണം സാധനങ്ങള്. ഇത് ലെഫ്റ്റ് ആണോ ബ്രോ? അല്ലേ? അതെ, അത് ലെഫ്റ്റ്. ലെഫ്റ്റ് അല്ലേ? ഏട്ടാ അതിന് വള്ളി കുടിക്കണ്ട. ഒരു സെക്കൻഡ്. ചെരുപ്പ് കിട്ടിയ വണ്ടി ഉണ്ടോ? ചെരുപ്പ് ചെറുതാണ് എനിക്ക് പാകമുള്ള. അയ്യോ ഞാൻ ചെരുപ്പിടാതെ ഇടണോ? ചെരുപ്പിടാണ്ട് ഇടാൻ പറ്റില്ല. ആ ചെരുപ്പ് അത് മതി മതി. ഇത് പിന്നെ വലിപ്പണ്ടി. ആ ഓക്കെ ഓക്കെ. താത്താരൊക്കെ നോക്ക എന്താ നടക്കണേ. നീ ഇത് പൊന്തിച്ചോ. അതിന്റെ കാറ്റ് പോയോ? ഇരിക്കണൊക്കെ എന്റെ മോനെ. അത് കാറ്റ് വേണം. അത് കാറ്റ് കട്ടാ കേപ്പിയ എടുത്തോ കിടക്കട്ടോ ബ്രോ. ആ വൈഡൊക്കെ വെച്ചോ. ചെയിനില്ല മൈക്കില്ലേ? ചെയിനില്ല എനിക്ക്. അല്ല അവിടെ ഞാൻ പറയണത് പിക്ക് ചെയ്താലുണ്ടല്ലോ എന്താ സീൻ എന്താ വെച്ചാല് ഇവിടെ വെക്കാം. മറന്നിട്ടോ ഗാനം ചാടും. ഗാന്ധം ചാടും. അങ്ങനെ ഇവിടെ വെക്കാം. ഗാന്ധം ചാടും ഉറപ്പാണ്. അല്ലേ ഒരു ചെയിൻ വരും. ഒരു ചെയിൻ വരും. ഇതൊക്കെ ഇങ്ങനെ അല്ലേ കണപ്പനൊക്കെ മാലിട്ട് വരുന്നുണ്ട് ഇങ്ങനത്തെ. അപ്പൊ ഇത് കാന്തോ ഗാന്ധിന്റെ അടുത്തുണ്ട്. അത് എവിടെ വെക്ക? ഗാന്ധം ഇപ്പൊ തൽക്കാലം ഹോൾഡ് ചെയ്യാം. ഇതാ നല്ലത്. ഞാൻ ചാടൂല. വിട്ടോ ബ്രോ. സാർ പേര് ഹൾക്ക്. ഹൾക്ക് അളുക്ക് അളുക്ക്. എടാ ഇത് കയ്യൊക്കെ ഉണ്ടല്ലോ. അതെ പിടി പിടി പിടി. അല്ല എവിടെയാന്ന് വെച്ചാ അങ്ങനെ കാറ്റിപ്പൊന്നറിയോ? എടാ കാറ്റ് വള്ളി കെട്ടണോ? അല്ല കാറ്റ് ഇങ്ങനെ നിക്കുവോ? എന്തേ മുഖം എങ്ങനെയാ? അത് കാണിച്ചെന്നാ മുഖം എങ്ങനെയാ? കാണിച്ചെന്നാ അതിന്റെ തലയാ. ഇവിടെ അടിക്കരുത് കേട്ടോ. ഹൾക്കിന്റെ തലക്ക് അടിച്ചാലും കുഴപ്പമില്ല. സ്റ്റിക്കർ അടിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്തേ തല പൊളിഞ്ഞോ? അല്ല ഇവിടെ കൗട്ടിന്റെ അവിടെ ഓട്ട ഇതല്ലേ നോക്കട്ടെ. എന്റെ കണ്ടോക്കട്ടെ. കൗട്ടിന്റെ അവിടെ ഒരു തോളുണ്ട് കേട്ടോ.
എടാ ഒന്ന് കാണിച്ചു തന്നടാ. ആരേ കെട്ടിയായിരുന്നോ? കെട്ടിയായിരുന്നു അത്. ആ കെട്ടിയെന്നോ? തിരിഞ്ഞ ആമത്തെ വെള്ളിട്ടിക്കോ. ആ അല്ലല്ല, ആ വള്ളി കെട്ടി കൊടുക്കണേ. ആരെ ചവിട്ടി? ആർക്കെ ചവിട്ടിട്ട്? ഇതില് കാണൂല. കുറച്ച് പോയി മഴ കഴിയുമ്പോ റെഡിയാവും. ബ്രോ ഒന്ന് പൊന്തിയ. നമ്മളെ നബീലിന് വേണ്ടിയല്ലേ? പൊന്തിച്ച. ആ ബ്രോ ഇല്ല ഞാനേ 500 വെച്ച് ഇട്ടോളിട്ട് എല്ലാരും. ചിരിച്ചാൽ മാത്രം പോരാ, പിന്നെ പൈസ കൊടുക്കാൻ പോകുമ്പോ. ആ എല്ലാരും എടുത്തു. ഇതിന്റെ ക്ലിപ്പ് എടുക്കണ എല്ലാരും വാങ്ങൂട്ടോ. ഇജ്ജ് തരണ്ട, ഇജ്ജ് വ്ളോഗ് എടുക്കണ്ട്. ഇജ്ജ് ഫ്രെയിം നോക്കി ഇങ്ങനെ എടുക്കണേ. ആ ഇത് നല്ലതാ ബ്രോ. ഇതുണ്ട് ഒരു ഇടുപ്പ്. ഇല്ല, പാട്ടും പരിപാടി ഉണ്ട്. ഹർഷിയ മൈക്കിന്റെ കാന്തം നോക്കണേ. കാന്തം കയ്യാണോ? ബ്രോ എന്താ കാറ്റില്ലാത്ത? ബ്രോ തല തല എടാ കാറ്റ് പോണ എന്താ? എന്തോ ഒരു ആ എന്താ ചെയ്യാ? എടാ ഇത് എന്തെങ്കിലും ചെറിയൊരു ഒട്ടിച്ചില്ലെങ്കിൽ ഇത് വെറുതെ എയർ പോകട്ടോ. പിന്നെ പിന്നുണ്ടടാ, പിന്നുണ്ട്. അകത്തുനിന്ന് ഒന്ന് ക്ലിപ്പ് ചെയ്താൽ ഇത്ര കണ്ണൂടെ എല്ലാം അടിച്ച കാറ്റ് പോയിട്ടോ. ആ കാറ്റ് വഴി കൂടിയാ പോയി. ആ ആ കാറ്റോണേ ഇതോട്ടെ ഈ കുട്ടി വെച്ചിട്ടുണ്ടോ? ഇതാണോ നാശാദ്? ഈ പച്ച കളർ പോസിറ്റീവിന്റെ ഉള്ളിലാ. വരാനായിട്ടില്ലല്ലോ. ഹനാൻച്ച വന്നോ മക്കളെ?
ഒരു മിനിറ്റ് കേട്ടാ, ഞാൻ ഒരു പിന്നു കിട്ടിയ ഇത് കാറ്റില്ലടാ എടാ, ഇത് കാറ്റ് നിക്കണില്ല, കാറ്റ് നിക്കണില്ല. നമുക്ക് അവിടെ വീട്ടിൽ ഒരു പിന്നു വാങ്ങിച്ച് കയ്യിൽ പിടിക്കാം. ഒരു മിനിറ്റ് ആ കഴുത്തിന്റെ അവിടെ നിന്ന് കാറ്റ് പോകാനാണ് ഇവിടെ ഹോളായിട്ടാ. അവര് എന്തെങ്കിലും ഒരു പിന്നെ ആ മുടി ഇവിടെ ചെറിയൊരു ഹോൾ ഉണ്ട്, അതാണ്. പൊസിഷൻ എങ്ങനെയുണ്ട്? ഒരു ഫോട്ടോ എടുത്ത സ്പീക്കർ പുറത്തുനിന്ന്. ആ നോട്ടെ, അത് മതി, അത് മതി. പക്ഷെ കുതിര ഇടാൻ പറ്റണില്ല, അതാണ്. കുറച്ച് കാറ്റ് ഇറക്കാൻ പറയൂ. ചോറിയണല്ല, കാറ്റ് നിക്കണില്ല. ഒറ്റ മിനിറ്റ്, ആ പിന്നെ കൊണ്ടുവന്നുണ്ട്. ആ പിന്നൊന്ന് കുത്തട്ടെ. ഇതൊന്നും ഊരി ഏത് എവിടെ ഊരത്? മഴ കൂടി നടന്നോ? കഴുത്തൊടിഞ്ഞ ആൾക്ക് അധികം മടി കൂടണ്ടേ. അസറോ സീനായിട്ടോ, സംഭവം പൊളിച്ചു. ഞാൻ നടുവിലേക്കാ. രണ്ട് ഈ ഷോൾഡറില്ലേ, അവിടെ കൈ പത്തി മുകളിലേക്ക് ആക്കിട്ട് പിടിച്ചാ മതി. ഇതെനിക്ക് കാറ്റ് കഴിഞ്ഞില്ലേ? നായ്ക്കളെ ശരിയാക്കി തരണടാ. ആ ആയി കാറ്റ് പോവും.
ഓക്കെ ഓക്കെ നിക്കണില്ലേ സാധനം നിക്കണില്ലേ അയ്യോ കാറ്റ് പോണ്ട് ആ കഴുത്തിന്റെ അതിലാണ് പോണേ. അതാണ് കാറ്റ് പോണേ ഇവിടെ. അല്ല ചോദിക്കട്ടെ അടിയൊക്കെ എന്താ അവസ്ഥ നിൽക്കുന്നുണ്ടോ സാധനം മേത്ത് നിൽക്കുന്നുണ്ടോ നിൽക്കണ്ടേ സെറ്റാണ്. ഓക്കെ ഇത് ഞാനാട്ടോ കുത്തല്ല എടാ ഇതിനെ തിരിച്ചു കുത്തല്ല ഇത് തിരിച്ചു കുത്തിയ കാറ്റ് പോവും അടക്ക് കാറ്റ് പോവും പുതിയ ബാറ്ററി ഇട്ടേ. ആ ബാറ്ററി ഇടോ അല്ല ഇപ്പൊ അയക്കണ്ട, നമുക്ക് സൈഡിൽ പോയിട്ട് അയക്കാം. ആ ബ്രോ ഗോറില്ല ഇടണോ അത് ഇടണോ വേണ്ട. ആ അല്ലാ പണ്ടാരെടുക്കണോയ് അസറോ മൈക്ക് കരഞ്ഞിട്ട് വരികയാണ്. നമുക്ക് കണ്ണ് കാണൂല, പക്ഷെ നിങ്ങളെല്ലാരും നല്ല അറിയാം. ഞങ്ങൾ ഇവിടെ തന്നെയാണ്, ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടി ഇവിടെ കോഴിക്കോട് താമസിക്കുക. വയനാട്ടിലാണ്. എന്താ പേര് മോളുന്റെ? ഫൈഹ അല്ലേ? ഒന്നാം ടെൻഷനെ കാണിച്ചു അതിന്റെ ഉള്ളിലാണ്. പറയാ ഞങ്ങൾ ഇറങ്ങിയിട്ട് പറയാട്ടോ. താങ്ക് യു. എന്റെ മെസ്സി കടന്ന് ആ മറിച്ചതൊന്നും മടക്കിയോ അപ്പൊ സുഹൃത്തുക്കളെ, നബീലിന്റെ പെറ്റ് ഷോപ്പിലേക്ക് ഒഴിവാക്കി കൊരങ്ങനിട്ട് വരണേ കൊരങ്ങൻ കേടന്നേ. ആ ഞാട്ടത് കേടന്ന് അതല്ലേ ഊര്.
അപ്പൊ നബീലിന്റെ ഫർമിഗോ എന്ന് പറഞ്ഞിട്ടുള്ള പെറ്റ് ഷോപ്പിലേക്ക് ഇതുവരെ ആരും കാണാത്ത വിധത്തിലുള്ള പെറ്റ്സുകളെയും കൊണ്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. ഒരു പെറ്റിന്റെ കാറ്റ് പോയി, രണ്ടാമത്തെ പെറ്റ് അവിടെ ഉണ്ട്, മൂന്നാമത്തെ പെറ്റിനെ അങ്ങ് അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഹൾക്കിനെ. ഹലോ, കേക്കണ്ടോ? ഞമ്മന്റെ പേര് ഹൾക്ക്. അസ്സലാമു അലൈക്കും. താങ്കൾക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ ഇവിടെ നിന്ന് കിട്ടുമോ നോക്കണോ? കരിമീനും അല്ല, തീറ്റ ഉണ്ട് ഇതിന്റെ ഉള്ളില്. പെറ്റീറ്റ വാങ്ങല്ലേ? അപ്പൊ നമ്മളെ ഹൾക്കിനെ കൊണ്ട് നമ്മള് പോവാട്ടോ ബാക്കൊക്കെ. ഇവിടെ നിൽക്കണ ആർക്കും അറിയില്ല ഗസ്റ്റ് ആണ് ഇതിന്റെ ഉള്ളിൽ എന്നുള്ളത്. വരും, ഗസ്റ്റ് റിവീലിംഗ് ആണ്. രണ്ട് ഗസ്റ്റ് ആയി പോയി. നമുക്ക് പരിപാടിയിലേക്ക് കിടക്കല്ലേ. ഫെർമിക്കോ പെറ്റ് കെയർ വിത്ത് ലവ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഒരു വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷൻ ഫോർ ഓൾ യുവർ പെറ്റ് കെയർ നീഡ്സ്. സോ നമ്മൾ പരിപാടി ഒഫീഷ്യലി തുടങ്ങാം. ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് ദ ഫൗണ്ടേഴ്സ് ഓഫ് ഫെർമിക്കോ, നബീൽ
അത് അപ്പൊ നമ്മളീ കണ്ട ഫോമിഗോ എന്ന് പറഞ്ഞ ഈ ഒരു പെറ്റ് സ്ഥാപനത്തിന്റെ 4 ഫൗണ്ടേഴ്സ് ആണ് ഇവിടെ നിൽക്കുന്നത്. ഓൾ ആഴ്ചകൾ കൂടെ തുടക്കം മുതലേ ഉണ്ടായിരുന്ന ഒരാളുണ്ട്. ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് സൂര്യ. അപ്പോ ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നതിനെക്കാട്ടും ഫൗണ്ടേഴ്സിനെ സംസാരിക്കുക നല്ലത്. ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചു വന്ന എല്ലാവർക്കും നന്ദി. വിചാരിച്ചില്ല മഴ കൊണ്ട് ഞാൻ വിചാരിച്ചില്ല കുറവായിരിക്കുന്നത്. പക്ഷെ അത്യാവശ്യം ആൾക്കാരുണ്ട്. എന്തായാലും വളരെ സന്തോഷം. പിന്നെ അതേപോലെ തന്നെ ഫെർമിഗോ എന്ന ഷോപ്പ് നമ്മള് 1 year ആയിട്ട് ഹോം ഗ്രൂമിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു കോൺഫിഡൻസും കാര്യങ്ങളും കിട്ടിയത് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും കാലം ചെയ്തതിന്റെ എക്സ്പീരിയൻസും പിന്നെ ഇവര് രണ്ടാളും ഉള്ളതിന്റെ ഒരു അതില് നമ്മളൊരു പാർട്ണർ തന്നെയാണ്. അതേപോലെ തന്നെ സൂര്യ നമ്മളെ കൂടെ ഉള്ള ആൾ തന്നെയാണ്. പിന്നെ സബാന് നമ്മളെ കൂടെ ഉള്ള ആൾ തന്നെയാണ്. ഓന് നമ്മളെ കൂടെ ഉള്ള ആൾ തന്നെയാണ്. നാട്ടിലുള്ള എന്റെ കമ്പനിക്കാരൻ തന്നെയാണ്. അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഉണ്ടായതാണ് ഈ ഫെർമിഗോ. അപ്പം നിങ്ങളെല്ലാരും നിങ്ങൾക്ക് പെറ്റ്സ് ഉള്ളവരും കൊണ്ട് ഫിറ്റിംഗ് ചെയ്യാം. അതുപോലെ പെറ്റ്സിനെ വാങ്ങും ചെയ്യാം. ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളും വേറെ എന്തെങ്കിലും ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇവിടെ പെറ്റ്സ് ഇല്ല. പക്ഷെ എന്നാലും ഞങ്ങൾ പെറ്റ്സിനൊക്കെ സെറ്റ് ചെയ്ത് തരും. അതെ, അപ്പൊ അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഉള്ളിലുണ്ട്. എനിക്കൊരു തവളനെ കിട്ടോ? അതൊക്കെയാണ് കാര്യങ്ങള്. ഗുഡ് ഈവനിങ്. ഞെട്ടിയിൽ പറഞ്ഞതിൽ കൂടുതൽ പറയാനില്ല. അപ്പോ വെച്ചിട്ടാണ് നമ്മൾ ഫാർമിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ വിചാരിക്കുന്നത്. പിന്നെ ഓൾസോ നബീൽ സോഷ്യൽ മീഡിയ താരം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ്. നിസാമ് കൂടുതൽ ആൾക്കാർക്ക് അറിയലുണ്ടാവില്ല. ക്യാമറന്റെ പിന്നിൽ നിന്ന് വർക്ക് ചെയ്ത് ഇപ്പൊ ഹനാന്റെ കാര്യങ്ങളായാലും പിന്നിൽ നിന്ന് ഒരുപാട് ടെക്നിക്കൽ പരമായിട്ട് ഭയങ്കര ബുദ്ധിയുള്ള ഒരാളാണ്. എല്ലാ തരത്തിലും ഈ ഒരു ഫേമിഗോ എന്ന് പറഞ്ഞ ഫേമിന് നമുക്കൊരു ടീമുള്ളതാണ് ഒരു ധൈര്യം. പിന്നെ ഞാൻ ഡിസൈൻ ചെയ്യും. ഞാൻ അത്യാവശ്യം വീഡിയോ എടുക്കും. കണ്ടന്റ് ക്രിയേഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കും. പിന്നെ കുറച്ച് നമ്മളെ അത് സംസാരിക്കും. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തുന്നതാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ ചെറിയ പരിപാടി കാര്യങ്ങൾ നടത്താൻ പറ്റിയിട്ടില്ല. വരും ആരും പേടിക്കേണ്ടതില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഹനാൻ വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ അതൊരു സംസാരിക്കട്ടെ. ഒരു കുറച്ച് മൈക്ക് ഇതുവരെ പിടിച്ചിട്ടില്ല. അപ്പൊ അങ്ങനത്തെ കുറച്ച് പേടി കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കുണ്ട്. പക്ഷെ എന്നാലും ഇതിനേക്കാളും ഞങ്ങള് 1 വർഷമായിട്ട് ഹോം ഗ്രൂമിങ് ചെയ്തുകൊണ്ടിരുന്ന അതാണിപ്പോ ഈ കാണുന്ന പറഞ്ഞതായി നിൽക്കുന്നത്. ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ഇത് ഈ ഫ്രണ്ട്സിനോട് തന്നെയാണ്. അനാൻ ബ്രോ കൂടെ ഉള്ളവരും വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു മൈൻഡ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞങ്ങളും നിങ്ങളൊക്കെ ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. നല്ല നന്ദി. കൊടുക്കാം. സംസാരിച്ചറിയില്ല.
ഇവിടെ വന്ന എല്ലാവരോടും നന്ദി. മൈക്ക് ഇപ്പോൾ തന്നെ കൈമാറാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് മൈക്ക് പേടിയാണ്, പേരും പേടിയാണ്, ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നന്ദി എന്നതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. പിന്നെ മഴ കൊണ്ട് നിൽക്കുന്നതിന് കുറച്ചുകൂടെ നന്ദി. അപ്പോ അപ്പൊ നമ്മൾ കണ്ടോ, ഇതാണ് നമ്മുടെ ഫൗണ്ടേഴ്സ്. കയ്യിൽ എടുക്കല്ലേ ഫൗണ്ടേഴ്സ്. നമുക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്ന ചെറുപ്പക്കാരായ 4 ആൾക്കാരാണ് ഈ ഒരു സ്ഥാപനം ഈ ഒരു നിലയിൽ എത്തിച്ചത്. ചെറുപ്പക്കാരെ അപ്പോ ഇവരാണ് ഫൗണ്ടേഴ്സ്. ഫാമിഗോ എന്ന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞത് എല്ലാവരും ഇവരൊക്കെ പറഞ്ഞത് പെറ്റ് സ്റ്റേഷനാണ്. അപ്പൊ നിങ്ങൾ പെറ്റ്സ് ഒക്കെ ഉണ്ടാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുവരാ. ഇവര് ഭയങ്കര ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് ഇവർ 4 പേരും ഭയങ്കര പെറ്റ് ലവേഴ്സ് ആണ്. ഇവർ അറിയുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഇവർക്ക് എത്രത്തോളം പെറ്റ് സ്റ്റേഷൻ ആവുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സംരംഭം അവർ തുടങ്ങാൻ തീരുമാനിച്ചത്. അപ്പോ നിങ്ങളുടെ പെറ്റ്സിനൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാർക്കൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക ഫാമിഗോ. അപ്പോ നിങ്ങളെല്ലാരും കാത്തിക്കുന്നത് ഹനാന് വേണ്ടിയിട്ടാണ്. ഹനാൻ വരും ഹനാൻ ചെറിയ തിരക്കിലാണ്. ഹനാൻ വരുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് നേരം നമ്മുടെ KP നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടും. ആദ്യം തന്നെ നബീലിനെ പറ്റി പറയാണ്. ഹൈക്കിങ്സ് തുടങ്ങിയ കാലത്ത് ഞങ്ങൾ ഒന്നിച്ചായിരുന്നു. അപ്പോൾ ഈ ക്യാമ്പിന് പോയതുകൊണ്ടാണ് ഇവരൊക്കെ പരിചയപ്പെടാൻ പറ്റിയത്. ഹനാനെയാണെങ്കിലും എല്ലാവരും ഈ ഒരു ടീമിലെത്താൻ പറ്റിയ ഹൈക്കിങ്സ് ഉള്ള ക്യാമ്പ് കൊണ്ടാണ്. അപ്പൊ അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതിലെ മുന്നോട്ട് പോട്ടെ. അപ്പൊ നബീലിനെ അടുത്തൊക്കെ പാടാം. അത് വേണ്ടി പാട്ട് പാടാം. എന്നാലും എല്ലാവരും വാങ്ങിക്കൊണ്ടിരിക്കാം. പറ്റിയൊരു പാട്ട് പാടണം. രണ്ടാളും കൂടി പാടിക്കും. നബീലിന് പറ്റിയൊരു പാട്ട്, നബീലിന് ഡെഡിക്കേറ്റ് ചെയ്തൊരു പാട്ട്. കണ്ണാടിക്കടവിടി മുന്നിൽ പൊന്നണിഞ്ഞ തിരിനിയോ മുനയുടെ നാട് മുള്ളു തന്നെ എന്നാലും സംസാരിക്കാൻ പറഞ്ഞു. അത് കൊല്ലും ഇനി എന്ത് അപ്പൊ ഇനി ഏതാ വേറെ നമുക്ക് കാത്തിരിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ഈ സ്ഥാപനത്തിൽ ഇപ്പൊ ഈ സ്കൂളിൽ നിൽക്കുന്ന എല്ലാവരും നമുക്ക് അത്രയും വേണ്ടപ്പെട്ട നമുക്ക് പരിചയമുള്ള ആൾക്കാർ മാത്രമാണ്. അപ്പോ നമുക്ക് ഈ ഞാൻ ബാസിക്കാരെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ്. ഫ്യൂ വേർഡ്സ് അബൌട്ട് ബാസിലോടെ അവിടെ ഇരുന്ന് കേട്ടോ. നമസ്കാരം. നബീല് നമുക്ക് എല്ലാവർക്കും അറിയാൻ പോലെ തന്നെ നമ്മളെ ഭയങ്കര പ്രിയപ്പെട്ട ഒരാളാണ് നബീല്.
നബീലിനെ കുറച്ച് കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു. നമ്മൾ എപ്പോഴും ഫ്രണ്ട്സ് എല്ലാവരും ഗ്യാദർ ചെയ്യുമ്പോൾ നബീൽ ഇതിന്റെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. കുറച്ചായിട്ട് ഇതിന് വേണ്ടിയിട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ ഇൻഷാല്ലാ കഷ്ടപ്പാടുള്ള ഇത് പഠിച്ചവർ എന്തായാലും കൊടുക്കട്ടെ. ഇൻഷാല്ലാ എല്ലാവരും സൗണ്ട് കേൾക്കണം വിഷുവിനെ. ഇവിടെ സത്യം പറഞ്ഞ ഒരു ഗസ്റ്റ് അല്ല, ഒരുപാട് ഗസ്റ്റുകളുണ്ട്. അപ്പൊ നമുക്ക് ഓരോരുത്തരേക്കും വിളിക്കാം. അതിലൂടെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് അപ്പോ എല്ലാവരോടും ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ കൂട്ടത്തിൽ നമ്മുടെ കൂട്ടത്തില് പെറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ പെറ്റ്സിനെയും നല്ല രീതിയിൽ കെയർ ചെയ്യുന്നതും ഇപ്പൊ റോട്ടിലൊരു സ്പ്രേ കാറ്റ് ഉണ്ടെങ്കിൽ പോലും അതിന് ഒരു 10-15 മിനിറ്റ് സ്പെൻഡ് ചെയ്യുന്ന ഒരാളാണ് നമ്മളെ നബീല്. അപ്പൊ നബീൽ എന്താ വെച്ച് കഴിഞ്ഞാല് ഭയങ്കര ആഗ്രഹം ഇനി ഇങ്ങനത്തെ പെറ്റ്സിന് വേണ്ടിയിട്ട് കെയർ ചെയ്യുന്ന ഒരു സംഭവം സെറ്റ് ആക്കണം എന്നുള്ളത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ജോർജിയൊക്കെ വന്ന ടൈം മുതലേ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ് നല്ല ഓപ്ഷനാണ്. അപ്പൊ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല നബീലിന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഒരു പ്ലാൻ ഇങ്ങനെ പറയുന്നല്ലാതെ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളത് ഞാൻ വിചാരിച്ചിട്ടില്ല. അപ്പൊ അതിന് ഇരിക്കട്ടെ ഒരു കൈയടി. നമുക്ക് എല്ലാവർക്കും തെളിയിച്ചു തന്നു. ഓന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നടക്കും എന്നുള്ളൊരു കാര്യം. ഇത് നല്ല രീതിയിൽ പോകാൻ വേണ്ടി നല്ല രീതിയിൽ പോട്ടെ ഇൻഷാല്ലാ. എല്ലാരും ഉള്ളതുകൊണ്ട് തന്നെ കേട്ടോ. നമ്മള് കഴിഞ്ഞ കൊല്ലം ഈ പ്ലാൻ പറഞ്ഞത് നബീലായോണ്ട് ഇതിന് മുന്നും കുറെ പ്ലാനുകൾ പറഞ്ഞുകൊണ്ട് ഇതാണ് ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് കാണിച്ചത്. നല്ല രീതിയിൽ ഉഷാറായിട്ട് തുടങ്ങിയിരിക്കണം. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക. ഫർമിക്കോക്ക് ഓൾ ദി ബെസ്റ്റ്. കാണണോ നിഹാൽക്കൊരു എഡിറ്റ് ചെയ്യോ? ശരിയാക്കി തരാം. നിഹാൽക്കൊന്ന് അഭിനയിക്കോ? അതിരടിയുണ്ടല്ലോ. എന്നെ ശരിയാക്കി തരാം. കോഫി കുടിച്ചാലോ? പറഞ്ഞോട്ടെ നിസ്കരിച്ച് കുറെ ഇതിന് പിന്നാലെ അപ്പൊ നമ്മള് ഓരോരോ സങ്കടങ്ങൾ പറയുമ്പോൾ നമ്മള് എത്ര പെട്ടെന്ന് നബീലിന്റെ കാര്യങ്ങൾ റെഡിയാവുന്നതാണ് ആഗ്രഹിച്ചത്. അപ്പൊ ഈ ഒരു സംരംഭം ഇപ്പൊ ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ എത്തി നിൽക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. എന്റെ കൂട്ടാനും അതുപോലെ തന്നെ ടീമിനോടും മൈക്ക് ഒരു ബ്ലോഗ് എടുത്തതാ. ഉള്ള ഒച്ചയല്ലേ മൈക്കിന്റെ ആവശ്യം. ഹനാൻ വരും. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനെ ഹാപ്പി ആക്കാൻ വേണ്ടി നമ്മൾ എന്തും ചെയ്യുന്നു അറിയില്ല. അതിനൊരു എക്സാമ്പിൾ ആണ് ഹനാൻ. അപ്പൊ നമുക്ക് ഒരു ഗസ്റ്റും കൂടെ ഉണ്ട്. ഗൊറില്ലയാണ് ഗസ്റ്റ്. ആ ഗൊറില്ലയുടെ ഉണ്ടായിരുന്ന ആളാണിത്. അപ്പൊ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ ഹനാന് കൈമാറാണ്. ഹനാൻ ആദ്യം ഇങ്ങനെ ഒരു വേഷത്തിൽ ഇനാഗുറേഷൻ ആദ്യത്തേതും അവസാനത്തേതും ഞാൻ എന്റെ കരിയറിൽ ഇതുവരെ പോയിട്ടില്ല. അപ്പോ സത്യം പറഞ്ഞാല് കുറച്ചുള്ള ഒരു മണിക്കൂറായി അതിൻ്റെ ഉള്ളിൽ നല്ല തണുപ്പ. അപ്പോ
നബീലിന്റെ പരിപാടിക്ക് വന്നതിന് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും താങ്ക്സ്. നമുക്ക് എന്താ വെച്ചാല് നബീലിന്റെ ഒരുപാട് കാലത്തെ സ്വപ്നമാണ് ഇങ്ങനത്തെ ഒരു പെറ്റ് കെയർ ഷോപ്പ്. അപ്പൊ അതില് ഒട്ടും കുറവല്ല ഇവരെ സ്വപ്നം. നിസാമിന്റെ ആണെങ്കിലും അതുലിന്റെ ആണെങ്കിലും ഷബാന്റെ ആണെങ്കിലും സൂര്യന്റെ ആണെങ്കിലും എല്ലാവരും ഇതിന്റെ പിന്നിൽ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തവരാണെന്ന് എനിക്കറിയാം. സോ ഇവരുടെ ഈ 4 യങ്സ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ 5 യങ്സ്റ്റേഴ്സിന്റെ ഈ ഒരു സ്വപ്നം അടിപൊളിയായിട്ട് വരട്ടെ. അപ്പൊ പെറ്റ്സ് ഉള്ളവർക്ക് എന്തായാലും ഗ്രൂപ്പ് ചെയ്യാൻ നബീലിന്റെ അടുത്തേക്ക് തന്നെ വരിക. ഈ പെറ്റ്സ് ഇല്ലെങ്കിൽ ആരെങ്കിലും കുടുംബക്കാരെ പെറ്റ്സിനായിട്ടും ഒക്കെ ഇവിടെ വരാം. അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. അസ്സലാമു അലൈക്കും. ഉദ്ഘാടനം ചെയ്തതായിട്ട് അപ്പൊ നമ്മളെ സ്പെഷ്യൽ ഗസ്റ്റ് ഹനാൻ സംസാരിച്ച പോലെ തന്നെ ഇവരൊക്കെ ഒരുപാട് കാലം ഇതിനു വേണ്ടി പ്രയത്നിച്ചിട്ടാണ് ഇപ്പൊ സത്യം പറഞ്ഞ ഹോം കെയർ എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഇങ്ങനൊരു സ്ഥാപനമായിട്ട് മാറിയത്. ഇപ്പൊ ഒരുപാട് ഹോം ഗ്രൂമിങ്ങിന് ശേഷമാണ് നമ്മൾ ഇങ്ങനൊരു സ്ഥാപനമായിട്ട് ഇവർ കൊണ്ടുവരുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഹാർഡ് വർക്ക് ഇതിന് പിന്നിലുണ്ട്. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ടു ദ ടീം. അപ്പൊ നമ്മള് ഇനാഗ്രേഷനിലേക്ക് കടക്കണം. അതിന് മുന്നേ ചെറിയൊരു സ്ഥാപനത്തിന്റെ ഈ ഒരു ഭംഗി നിങ്ങൾ കാണുന്ന ഇന്റീരിയർ ഡിസൈൻ ചെയ്തത് നമ്മുടെ സ്വന്തം അച്ചുവാണ്. അച്ചുവിനെ ടോക്കൺ ഓഫ് ലവ് കൊടുക്കുന്ന ഫാമിഗോയുടെ ടീമിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. അതായത് ഈ ഷോപ്പ് ഈ രീതിക്ക് ഡിസൈൻ ചെയ്ത് കാര്യങ്ങളൊക്കെ ആക്കി സെറ്റ് ആക്കി തന്നത് അച്ഛൻ. ഇത് കാണാൻ എഞ്ചിനീയർ കാര്യങ്ങളൊക്കെ നല്ല രസത്തിൽ തന്നെ പ്രീമിയത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ ആക്കി തന്നിട്ടുള്ളത് അച്ഛൻ. അപ്പൊ അച്ഛൻ Also, I would like to invite someone with dream designs. സമാധാനം. സുഹൃത്തുക്കളെ, എനിക്കൊരാളെ പരിചയപ്പെടുത്തി തരേണ്ടതായിട്ടുണ്ട്. എന്റെ കുട്ടീന്റെ പേരെന്തേനു? ഫൈഹ ഫാത്തിമ. എന്റെ വ്ളോഗും പാട്ടും എല്ലാം കേൾക്കുന്ന ആളാണല്ലേ? എത്രാം ക്ലാസ്സിലാണ് പഠിക്കണത് എന്റെ മുത്ത്? ഇനി 5ാം ക്ലാസ്. സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയാ? വാങ്ങാൻ പോണോ അല്ലേ? അപ്പം ഉമ്മച്ചിന്റെയും ഉപ്പച്ചിന്റെ ഒക്കെ കൂടെ ഫൈഹ നമ്മളെ കാണാൻ വന്നാണ്. അപ്പൊ ഫൈഹ സംസാരിക്കണ ഫൈഹക്ക് നമ്മളെ വ്ളോഗിൽ കാണാൻ പറ്റൂട്ടാ. ഇനി വ്ളോഗ് ഇട്ടോക്കുമ്പോ ഫൈഹനെയും കാണാൻ പറ്റൂട്ടാ എല്ലാവർക്കും കേട്ടോ. ഹാപ്പി അല്ലേ? ഹാപ്പി. അപ്പൊ എന്തായാലും ഇൻഷാല്ലാ ഒരു ദിവസം നമുക്ക് എന്തായാലും പരിപാടിക്കൊക്കെ പോവാട്ടോ. ഫൈഹനെ കൊണ്ടുപോകണ്ട കേട്ടാ. ഫൈഹ ഒരു ചാറ്റ കൊടുത്ത എല്ലാവർക്കും ടാറ്റാ ടാറ്റാ. ഇത് ഫൈഹന്റെ അനിയത്തി കേട്ടോ. ഓളെ വരുന്ന ഫർഹ. ഇത് ഫർഹ ഫൈഹന്റെ ആറ്റലായ അനിയത്തിയാണ് അല്ലേ? ഒരു ചാറ്റ കൊടുത്താണ് എന്റെ കുട്ടി. ടാറ്റ ടാറ്റ ടാറ്റാ ബൈ ബൈ. അപ്പൊ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഇന്നത്തെ നമ്മളെ
കുതിരയോടെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. സത്യം പറഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സ് കുറേ ഫ്രീ ആയൊരു ദിവസമാണ് ഇന്നത്തെ ഒരു ദിവസം. ഞാൻ എന്തൊക്കെ പറഞ്ഞു, കാരണം ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചൊരു ദിവസമാണ്. എനിക്ക് എൻ്റെതായ രീതിയിൽ എൻ്റെതായ സ്റ്റൈലിലൊരു പരിപാടിക്ക് പോകാൻ പറ്റണമെന്നുള്ളത്. നമ്മൾ വേറെ ആളെ കട ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരിക്കലും നമുക്ക് ഇങ്ങനത്തെ വേഷം കെട്ടോ വേഷവിധാനങ്ങളൊന്നും പ്രചരണ വേഷം കെട്ടി പോകാൻ പറ്റില്ല. നമ്മളെ അടുത്തുള്ള ആൾക്കാർ ഷോപ്പ് തുറക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യുന്നത് ബാക്കി നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ തുറക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയും എക്സൈറ്റഡ് ആയിരുന്നു. കാരണം നമ്മൾ ഈ കാട്ടിക്കൂട്ടിൽ കണ്ട എത്രയോ ആൾക്കാർ ഇന്ന് ചിരിച്ചു, കുറേ ആൾക്കാർ ഇന്ന് ഹാപ്പിയാണ്. അപ്പം ഫസ്റ്റ് നന്ദി പറയുള്ള അജ്മൽ ഷാഹിമിനോടാണ് കേട്ടോ. തൃശ്ശൂർ തോനാണ് ഇത് കൊണ്ടു തന്നത്, ഈ സാധനം തൃശ്ശൂർ നിങ്ങോട്ട് എത്തിച്ചെന്നത് ഒരു തലേ ദിവസം കൊണ്ട് വിളിച്ചു പറഞ്ഞപ്പോൾ. അപ്പോൾ എന്നാലും സോ ഹാപ്പി. അപ്പോൾ നാളത്തെ ദിവസം വളരെ പ്രത്യേകതകൾ, നാളത്തെ പറഞ്ഞാൽ നിങ്ങൾ വ്ളോഗ് കാണുന്ന ദിവസം വളരെ പ്രത്യേകത നിറഞ്ഞ ദിവസമാണ്. അഫി ആദ്യമായിട്ട് കംപ്ലീറ്റ്ലി ഇന്നായിട്ട് അഭിനയിച്ച അഫിൻ്റെ ഫസ്റ്റ് മ്യൂസിക് ആൽബം, അതായത് അഫിൻ്റെ ഫസ്റ്റ് മ്യൂസിക് ആൽബമാണ്. അതുപോലെ തന്നെ അഫി എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയനായതുകൊണ്ടാണ് അഫിനെ ഫസ്റ്റ് പറഞ്ഞിട്ട്. എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ 2 പേരുകളുണ്ട്, ഹെഷാം കെയും സക്കരിയക്ക ഉണ്ട്. സക്കരിയക്ക സുഡാനി ഫ്രം നൈജീരിയൻ്റെ ഡയറക്ടറാണ്, ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ സക്കരിയക്കാൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ഹെഷാം ഖാൻ്റെ ഒരു പെരുന്നാൾ സമ്മാനം കൂടിയാണ് ഇന്ന് റിലീസാവാൻ പോണത്. ഹംദം എന്നാണ് നമ്മളെ മ്യൂസിക് വീഡിയോൻ്റെ പേര്. അതിൽ ഞാനും ഷാഫിക്കയും പാടിയിട്ടുണ്ട്, ഹെഷാംക്ക പാടിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ചെറിയ ചെറിയ റോൾസാണ്. പക്ഷേ ഹെഷാംക്കയും സക്കരിയക്കയും അഫീം, ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ആൽബത്തിൻ്റെ പില്ലേഴ്സ് ഹെഷാംക്ക, സക്കരിയക്ക, അതുപോലെ തന്നെ അഫിയാണ് നിൻ്റെ മനസ്സ് പറയണത്. പിന്നെ ഞാനും ഷാഫിക്കും ചെറിയ ചെറിയ പാർട്ട് ഞങ്ങളെ പറ്റണ പോലെ കുറച്ച് ഭാഗങ്ങൾ പാടി, കുറച്ച് ഭാഗങ്ങളിൽ അഭിനയിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഓല് പറഞ്ഞെന്താ അങ്ങോട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തു പോകുന്നത്. അപ്പോൾ ഹെഷാംക്കാടെ യൂട്യൂബ് ചാനൽ, അതായത് ഇതാണ് കേട്ടോ, ക്കാടെ യൂട്യൂബ് ചാനലാണ് ഈ കാണുന്നത്. ഹെഷാം അബ്ദുൽ വഹാബ് എന്നുള്ള ഈ ചാനൽ നാളെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് വൈകുന്നേരം 7 മണിക്ക് നിങ്ങളെല്ലാവരും ചെക്ക് ചെയ്യണം. അപ്പോൾ എന്തായാലും നമ്മൾ ആൽബം ഇറങ്ങാൻ പോവാണ്. എനിക്ക് വളരെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വർക്കാണ്. കാരണം ആദ്യം ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഹെഷാംക്കാടെ കൂടെ ഇന്ദിര എന്ന് പറഞ്ഞിട്ടുള്ള സോങ്ങിൽ വർക്ക് ചെയ്തു. അർജുൻ ദാസിൻ്റെ പടത്തിൽ ഞാൻ പാടിയിട്ടുള്ള പാട്ടാണ്. വൺസ് മോർ എന്നുള്ള സിനിമയിൽ ഞാൻ പാടിയിട്ടുള്ള പാട്ടാണ്. എൻ്റെ ഫസ്റ്റ് തമിഴ് സോങ്ങാണ്. അപ്പോൾ അന്ന് ഞാൻ ഇത്രയ്ക്കായിട്ട് കമ്പനിയല്ല. ഇപ്പോൾ എനിക്കൊരു ബ്രദറിനെ പോലെ തന്നെയാണ് ഹെഷാം ഖ. ലൈക്ക് എന്തും എനിക്ക് സംസാരിക്കാനൊരു സ്പേസ് ഉള്ള ഒരാളാണ് ഹെഷാം ഖ. സോ ഒരിക്കലും ഞാൻ സുഡാനി ഫ്രം നൈജീരിയ ഡയറക്റ്റ് ചെയ്ത ഒരു ഡയറക്ടറിൻ്റെ വർക്കിൽ ഭാഗമാവുന്നോ, ഒരിക്കലും ഞാൻ ഹെഷാം ഖനെ പോലത്തെ ഇന്ന് കറൻ്റ്ലി സീനിൽ ഏറ്റവും മോസ്റ്റ് വാണ്ടഡ്, അതായത് നമ്മൾ തെലുഗു ബാക്കിയുള്ള ഇൻഡസ്ട്രികൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇനിയിപ്പം ബോളിവുഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇതിലൊക്കെ ഏറ്റവും മോശം വാണ്ടഡായി നിൽക്കുന്ന ഒരു മ്യൂസിക് ഡയറക്ടറിൻ്റെ വർക്കിൽ ഇന്നാവാൻ പറ്റുന്ന ഒരിക്കലും ഞാൻ എക്സ്പെക്ട് ചെയ്തല്ല. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ കാര്യത്തിൽ. അങ്ങനത്തെ ഒരു അവസരം, ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയാൽ. അതുപോലെ തന്നെ അഫിക്ക് ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി കൊടുത്തതിന് സക്കരിയ ഖാനോടും ഹെഷാം ഖാനോടൊക്കെ ഞാൻ താങ്ക്സ് പറയാം. കാരണം അഫിക്ക് നല്ല പേടിയുണ്ട്, അഭിനയം പേടിയുള്ള ആളാണ് അഫിനെക്കാട്ടിലും 100 ഇരട്ടി പേടിയുള്ള ആളാണ് ഞാൻ. കാരണം നമുക്ക് അറിയാത്തൊരു പരിപാടിയാണ്, നമ്മൾ സ്കിൽഡ് അല്ല, നമുക്ക് അഭിനയം അറിയണ ആരും നമ്മുടെ കുടുംബത്തിലൊന്നും ഇല്ല. ഞങ്ങളെന്താണോ ഞങ്ങൾക്ക് കഴിയണത് അതങ്ങനെ പറ്റണ പോലെ നിങ്ങളെ വെറുപ്പിക്കാത്ത രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഫുള്ളി പ്രൊഫഷണലൈസ് ആയിട്ട് നമുക്ക് ചെയ്യാനൊന്നും കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, നമ്മൾ അഭിനയ സ്കൂളിൽ പോയിട്ടില്ല, അഭിനയം പഠിച്ചിട്ടില്ല. പക്ഷേങ്കിൽ ആൾക്കാരെ മോശമാണെന്ന് ആൾക്കാർ തോന്നിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നൃത്തം ചെയ്യണം. അതായത് ആൾക്കാരെ ഇങ്ങനെ വീണ്ടും വെറുപ്പിച്ചരുത്. അപ്പോൾ വെറുപ്പിക്കാത്ത രീതിയിൽ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ആൽബമാണ് ഈ ആൽബം ഞാൻ വിചാരിക്കുന്നു. പക്ഷെ അഫി ഇൻ്റെ കേസ് നോക്കണ്ട, ഞാൻ ചിലപ്പോൾ പൊട്ടനേക്കാളും. പക്ഷേ ഹെഷാം ഖാക്ക് 100 വയസ്സാണ് കേട്ടോ. ഹലോ ഹെഷാം ഖാ. അപ്പം ഹെഷാംക്ക് നേരത്തെ വിളിച്ച് നമ്മൾ കരുതും വലിയ എന്തെങ്കിലും പ്രൊഫഷണലി സംസാരിക്കുക. ഹെഷാംക്ക് വിളിച്ചിട്ട് ചോദിച്ചു, ഗൊറില്ലനെ എവിടുന്നാ വാങ്ങിയത്, അതൊന്ന് ഓർഡർ ചെയ്യണം എനിക്കും അങ്ങനെ ഇട്ടിട്ട് എന്തെങ്കിലും പരിപാടിക്ക് വരണം, പക്ഷെ ആരോടും ഈ പറയുന്നത് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ആരും അറിയാത്ത പോലെ നിൽക്കണം ഹെഷാം ഖാനെ കാണുമ്പോൾ. അപ്പം എന്തായാലും നാളെ ഹെഷാം ഖാൻ്റെ യൂട്യൂബ് ചാനലിൽ നമ്മൾ ഹംദം റിലീസ് ആകാൻ പോകാൻ. സോ മസ്റ്റ് ആയിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇഫ് നോട്ട് ഫോർ മീ പ്ലീസ് ഫോർ അഫി. അപ്പം അഫിനെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം, അഫിനെയും ഈച്ചുവിനെയും എല്ലാവരും. അപ്പോൾ ഈച്ചുവിൻ്റെ പുതിയ പാട്ട് ഇറങ്ങിയിട്ടുണ്ട്, പൂത്ത് എന്നുള്ള. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വ്ളോഗിൽ എന്തായാലും പറയണം. അതും എല്ലാവരും ഒന്ന് കണ്ടു നോക്കട്ടോ. ഇതാ ഗാലറി വിഷൻ്റെ ചാനലുണ്ട്, ഈച്ചു ഇറക്കിയതിൽ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ പൂത്ത്. ഗാലറി വിഷൻ്റെ ചാനലിൽ ഈച്ചുവിൻ്റെ പൂത്തു എന്നുള്ള ഈ സാധനം അടിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഈച്ചുവിൻ്റെ പുതിയ പാട്ട് കിട്ടും. അപ്പോൾ അതിലും ഞാൻ ഹാപ്പിയാണ് അഫിൻ്റെ ഒരു വർക്ക്. കാരണം ഞാൻ എൻ്റെ കരിയറിൽ സ്റ്റെപ്പ് ഇൻ ചെയ്യുമ്പോൾ ഒരിക്കലും എൻ്റെ അനിയന്മാർ ഇത്രയും പ്രൊഫഷണലി ഇത്ര അടിപൊളിയായിട്ട് വരും ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഈച്ചുവിൻ്റെ ലാസ്റ്റ് ഇറക്കിയ എല്ലാ പാട്ടും ഹിറ്റാണ്. ഈച്ചു ഇപ്പം ലാസ്റ്റ് ചെയ്ത വർക്ക് ഏറ്റവും അവൻ്റെ
ഓൻ ചെയ്തതിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള വർക്കാണ്. അഫിക്ക് ഫസ്റ്റ് കിട്ടുന്ന മ്യൂസിക് ആൽബം തന്നെ, അതായത് ഫസ്റ്റ് തന്നെ മെയിൻ റോളിൽ അഫി വരുന്ന മ്യൂസിക് ആൽബം ഡയറക്റ്റ് ചെയ്യുന്ന ആൾ സുഡാനി ഫ്രം നൈജീരിയൻ്റെ ഡയറക്ടർ. ആലോചിച്ച് നോക്കണം, അഫിൻ്റെ ഭാഗ്യം സക്കരിയക്ക. അതുപോലെ തന്നെ അഫിക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയ മ്യൂസിക് ചെയ്തിരിക്കുന്നത്, മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് ഹെഷാം അബ്ദുൽ വഹാബ്, ഹെഷാം ക. അപ്പം ഇത്രയും വലിയ വെൽ എക്സ്പീരിയൻസ്ഡ് ഇൻഡസ്ട്രി പ്രൊഫഷണൽസിൻ്റെ കൂടെ അഫിക്ക് അഭിനയിക്കാൻ പറ്റണില്ല. ഐ എം സോ ഹാപ്പി. ഒരേട്ടൻ എന്നുള്ള നിലയിൽ ഞാൻ വൻ പ്രൗഡാണ്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അഫിയൊക്കെ കഷ്ടപ്പെട്ട് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡിലേക്ക് കഷ്ടപ്പെട്ട് വരുന്നത് വേറെ തന്നെ രസമാണ്. ഇഷ്ടമില്ലാത്ത ഫീൽഡിൽ കഷ്ടപ്പെട്ടിരിക്കണേക്കാട്ടും നല്ലത് ഇഷ്ടമുള്ള ഫീൽഡിൽ കഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ നമുക്കത് കഷ്ടപ്പാടായിട്ട് ഫീൽ ചെയ്യില്ല. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ്. ഹംദം എല്ലാവരും പോയിട്ട് കാണുക, വ്ളോഗ് കണ്ടിട്ട് വൈകുന്നേരം ആരും മറക്കരുത്, എല്ലാവരും പോയി കാണുക. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇനിയിപ്പോൾ നമ്മളെ സിനിമക്ക് 3 ദിവസം കൂടെ മാത്രമേ ബാക്കിയുള്ളൂ. 28-ന് റിലീസാവാണ്. അപ്പം എനിക്ക് എൻ്റെ ഓഡിയൻസിനോട്, അതായത് പുറമക്കാരോട് എനിക്ക് പറയാനുള്ളതല്ല, എൻ്റെ ഓഡിയൻസിനോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ ആദ്യം തന്നെ പറയേണ്ടത്, വളരെ ചുരുങ്ങിയ സമയം, ഏറ്റവും ചുരുങ്ങിയ സമയത്തിലാണ് നമ്മൾ സിനിമയിൽ വരുന്നത്. പക്ഷേ വളരെ വലിയൊരു സിനിമയിലാണ് ചുരുങ്ങിയ സമയത്ത് ഞാൻ വരുന്നത്. അപ്പോൾ അതിൽ അത്രയും വലിയൊരു സിനിമയിൽ എനിക്ക് അവസരം തന്നതിന് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഷെരീഫ് ഖാനോട് താങ്ക്സ് പറയാം കേട്ടോ. കാരണം ഷെരീഫ് ഖാൻ എന്നുള്ളൊരു മനുഷ്യൻ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ, മുമ്പ് ഒരുപാട് ആൾക്കാർ അങ്ങനെ ഇങ്ങനെ എന്നോട് വന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അത് ആലോചിക്കുക കൂടില്ല അഭിനയത്തിനെ കുറിച്ച്. അയ്യോ ഞാൻ ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അതിൽ നിന്ന് മാറ്റി എന്നെ ചിന്തിപ്പിച്ച് ഹനാൻ ഈ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്യാമെന്ന് പറയാനുള്ള റീസൺ ഷെരീഫ് ഖാൻ എന്നുള്ളൊരു പേഴ്സണാലിറ്റി എനിക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ്. ഷെരീഫ് ഖാൻ്റെ ക്യാരക്ടറും ഒരു ആസ് എ ഹ്യൂമൻ ബീങ്, മോർ ദാൻ എ പ്രൊഡ്യൂസർ എന്തൊക്കെ ആവട്ടെ, ആസ് എ ഹ്യൂമൻ ബീങ് ഷെരീഫ് ഖാൻ നമ്മളൊക്കെ കാണുന്നത് ഒരു ബ്രദറിനെ പോലെയാണ്. അപ്പം ആ ഒരു ക്യാരക്ടറിന് മാത്രമാണ് ഞാൻ ഈ കാട്ടാളൻ സിനിമയിലുള്ള ഈ ഒരു കൊച്ചു ഓഫർ ഞാൻ സ്വീകരിച്ചു വരുന്നത്. അപ്പം പിന്നെ കാട്ടാളൻ പോലത്തെ സിനിമകളാണ് ഞങ്ങൾക്ക് പേഴ്സണലി ഇഷ്ടം. കാരണം ഞങ്ങളെപ്പോഴും സംസാരിക്കാറുണ്ട്, അടി ഇടി പടങ്ങളാണ് എപ്പോഴും സംസാരിക്കുക. അതായത് മാർക്കോനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ കൊല്ലം വ്ളോഗ് കണ്ടവർക്കൊക്കെ അറിയാം എത്രത്തോളം നമ്മൾ സംസാരിച്ചിരുന്ന ആൾക്കാരാണെന്ന്. അപ്പോൾ അങ്ങനത്തെ ആ മാർക്കോൻ്റെ ബാനറിൽ വരുന്ന, അതായത് ക്യൂബ്സ് എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ ബാനറിൽ വരുന്ന സിനിമയിലാണ് എനിക്ക് തല കാണിക്കാനുള്ള അവസരം കിട്ടുന്നത്. അപ്പോൾ ഒരിക്കലും ഞാനത് എന്ത് ചെയ്യില്ല, അത് വേസ്റ്റ് ആക്കില്ല, ഞാൻ ആ അവസരം യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നൊരു അവസരമാണ്. അപ്പോൾ ഒരിക്കലും നമ്മളെ ഓഡിയൻസ് വിചാരിക്കരുത് ഞാൻ അതിൽ ഒരുപാട് നേരം അങ്ങോട്ടാക്കണം. ഇല്ല, വളരെ ചുരുങ്ങിയ സമയത്ത് ലൈക്ക് എനിക്ക് ഡയലോഗ്സ് പോലും പടത്തിലില്ല, ഡയലോഗ്സ് ഇല്ലാണ്ടാവും ഞാൻ വരുന്നത്. അപ്പം അത് ഞാനാണെങ്കിലും എൻ്റെ കൂടെ ഉള്ളവരാണെങ്കിലും നമ്മൾ കുറേ യങ്സ്റ്റേഴ്സ് ഈ മൂവിയിൽ അവസരം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇതേപോലെ തന്നെ എല്ലാവർക്കും ഡയലോഗ്സ് കാര്യങ്ങൾ വളരെ കുറവുള്ളൊരു സിനിമയാണ്. പക്ഷെങ്കിൽ ആക്ഷനിൽ ഒരു കുറവും ഇല്ലാത്തൊരു സിനിമയാണ്. എല്ലാവരും മസ്റ്റായിട്ടും ടിക്കറ്റ് എടുക്കുക, എല്ലാവരും പോയിട്ട് കാണുക. 28-ന് റിലീസാവും. അപ്പോൾ എൻ്റെ ഓഡിയൻസിനോട് പറയാനുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ട്, നിങ്ങൾ എന്നിൽ അമിത പ്രതീക്ഷ വെക്കരുത്. പക്ഷേ സിനിമയിൽ നിങ്ങൾക്ക് എത്ര പ്രതീക്ഷയും വെക്കാം. പിന്നെ എന്തെങ്കിലുമൊക്കെ, പക്ഷേ എനിക്കുണ്ടല്ലോ കൂടുതലൊന്നും അങ്ങനെയാണ് ചെയ്യാൻ കഴിയണില്ല. അപ്പം കാരണം എന്താ വെച്ചാൽ ഞാനിത് പഠിച്ച ഫീൽഡല്ലല്ലോ. അപ്പോൾ പറ്റണ പോലെ ഞാൻ എന്തൊക്കെയോ ചെയ്തു വെച്ചിരിക്കണ്. അപ്പോൾ അതെന്ത് ചെയ്യുക, ഈ പാവത്തിൻ്റെ ഈ എളിയവൻ്റെ ആക്ടിങ് കണ്ടിട്ട് എല്ലാവരും എന്തായാലും കമൻറ്റ് ചെയ്യുക, എല്ലാവരും കാര്യങ്ങൾ പറയാം, എങ്ങനെ ഉണ്ടായിരുന്നു പറയാം. എന്തായാലും നിങ്ങളെല്ലാവരും പറയും ഇമ്പ്രൂവ് ചെയ്യണം, അങ്ങോട്ടാക്കണം ഇങ്ങോട്ടാക്കണം എന്ന് പറയാം. അതൊക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആൾക്കാർ ഇപ്പോൾ ആദ്യമായിട്ടൊരു മനുഷ്യനൊരു കാര്യം ചെയ്യാണല്ലോ, ഏതൊരു മനുഷ്യനും ആദ്യം ചെയ്യുമ്പോൾ ബിഗിനറാണ്. അപ്പം അതിനനുസരിച്ച് എല്ലാവരും ക്ഷമ തരണമേ. എന്തെങ്കിലും തെറ്റുകളോ കുറ്റക്കുറവുകളോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് തരണമേ. പിന്നീടുള്ള അവസരങ്ങളിൽ ഞാനത് ഗുണപ്പെടുത്തി ചെയ്യുമെന്ന് എല്ലാവരോടും ഞാൻ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. അപ്പോൾ മസ്റ്റായിട്ടും 28-ന് എല്ലാവരും പോയി കാണാം. പിന്നെ എനിക്കെന്താ വെച്ചാൽ എനിക്കുള്ള മെയിൻ സന്തോഷം എന്താ പറയുക, ഇപ്പോൾ ഞങ്ങൾ ഈ അല്ലു അർജുന് വേണ്ടിയിട്ടും ഞങ്ങൾ മമ്മൂക്കാക്ക് വേണ്ടിയിട്ടും ലാലേട്ടന് വേണ്ടിയിട്ടും എല്ലാ വലിയ മെയിൻ സ്ട്രീം ആക്ടേഴ്സ് സ്ക്രീനിൽ വരുമ്പോഴും എൻ്റെ കൂട്ടുകാരൊക്കെ കിടന്ന് ആർക്കലുണ്ട്. ബാസിലും അഫി എന്നൊക്കെ പറഞ്ഞല്ലോ, അഫി ഈച്ചൊക്കെ പുഷ്പിയും അതുപോലെ തന്നെ ദേവരയും ഇതുപോലത്തെ സിനിമകളൊക്കെ കണ്ടിട്ട്, ജയിലർ അതുപോലെ തന്നെ ഇങ്ങനത്തെ മാസ് പടങ്ങൾ കണ്ടിട്ട് മാസ് സീനുകൾ വരുമ്പോൾ എത്രത്തോളം അവർ ഹാപ്പി ആവലുണ്ട് എന്നുള്ളത് എനിക്ക് സൈഡിലിരിക്കുന്ന ആൾക്കാരും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതേ ആൾക്കാർക്ക് മുന്നിൽ ഞാൻ ഏതെങ്കിലും ഒരു സീനിൽ വന്നിട്ട് ഇങ്ങനെ വരുമ്പോൾ, ഒരു കയ്യടി കിട്ടുന്ന സീനിൽ അല്ലെങ്കിൽ ആൾക്കാർക്ക് രസമായിട്ട് തോന്നുന്നൊരു സീനിൽ ഞാൻ വരുമ്പോൾ എൻ്റെ കൂട്ടുകാർ എത്രത്തോളം ഹാപ്പിയാവും, അത് ഇനി ചെറിയ ഡ്യൂറേഷൻ ആവട്ടെ വലിയ ഡ്യൂറേഷൻ ആവട്ടെ, എത്രത്തോളം എൻ്റെ കൂട്ടുകാർ ഹാപ്പിയാവും എന്നുള്ളത് അത് എനിക്കും എൻ്റെ കൂട്ടുകാരുടെ ഇടയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സത്യമാണ്. കാരണം അവർ എത്ര ഹാപ്പി എന്നുള്ളത് ഞാൻ കാണാനാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഒരു ഹാപ്പി ആവാൻ വേണ്ടിയിട്ട് തിയേറ്ററിൽ എല്ലാവർക്കും കൈയടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാട്ടാളൻ എന്നുള്ള സിനിമയിൽ ഞാൻ വന്നിട്ടുള്ളത്. അപ്പം അതിലുപരി ഷെരീഫ് ഖാൻ എന്നുള്ളൊരു പേഴ്സണാലിറ്റിനോട് ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന ആളാണ്. ആ ഒരു പേഴ്സണാലിറ്റിനുള്ളൊരു കടപ്പാടും കൂടിയാണ് ഞാൻ ഈ സിനിമയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി കാണുക, നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. കണ്ടിട്ട്
എങ്ങനെയുണ്ടെന്ന് പറയുക. കാരണം ആക്ഷൻ പാക്ക്ഡ് പടമാണ്. ഒരുപാട് ഇൻഡസ്ട്രിയിലെ മെയിൻ സ്ട്രീം ആക്ടേഴ്സ് വന്ന് അഭിനയിച്ച് പോയ പടമാണ്. ഒരുപാട് എന്താ ഞാൻ പറയുക, ഒരുപാട് യങ്സ്റ്റേഴ്സ് പുതിയ പുതിയ ആൾക്കാർക്ക് അവസരം കൊടുത്തിട്ടുള്ള പടമാണ്. രവി ബസ്രൂർ, അതായത് KGF, മാർക്കോ, സലാർ തുടങ്ങി ബ്രഹ്മാണ്ഡ ചിത്രങ്ങൾ മൊത്തം മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത രവി ബസ്രൂർ മ്യൂസിക് ഡയറക്ട് ചെയ്ത സിനിമയിലാണ് അഭിനയിച്ചത്. അതിൽ ഞാൻ വന്നിക്കണമെന്ന് പറയണതിൽ എനിക്ക് വേറെ തന്നെ ഒരു പ്രൗഡുണ്ട്. കാരണം അതെനിക്ക് എങ്ങനെ വിവരിക്കണം എന്നറിയില്ല. കാരണം KGF യാഷ് ചെയ്ത ആൾ തന്നെയാണ് ഞങ്ങൾ അഭിനയിച്ച ഞാനും പെപ്പ ചേട്ടനും ആൻസൺ ചേട്ടനും ജഗദീഷ് ചേട്ടനും ഷോണും അതുപോലെ തന്നെ ഷിഫാസും എല്ലാവരും. അപ്പോൾ ചെക്കന്മാരുണ്ട്, നമ്മളെ കൂടെയുള്ള ഒരുപാട് ചെക്കന്മാരുണ്ട്. എനിക്ക് നെയിംസ് കറക്റ്റ് ഓർമ്മയില്ല. ഷിഫാസിനെയാണ് കൂടുതൽ ഓർമ്മ. അതുപോലെ തന്നെ ഹിപ്സ്റ്റർ, ദുഷാര, രാജ്തിരന്തീസു, വലിയ വലിയ ആൾക്കാർ വേറുണ്ട്. പക്ഷേ എൻ്റെ കൂട്ടുകാരൊക്കെ ഷിഫാസും ഷോണ് വലിയ ചെക്കന്മാരും എൻ്റെ ബെൽറ്റ് ഇട്ടാ. അപ്പം ഇവരെല്ലാവരും അഭിനയിച്ച ഈ ചിത്രത്തിൽ രവി ബസ്രൂറാണ് മ്യൂസിക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ഞങ്ങൾ ഭയങ്കര പ്രൗഡാണ്. അങ്ങനെ പോലുള്ളൊരു മ്യൂസിക് ഡയറക്ടറുടെ പടത്തിൽ പാടാൻ പറ്റുക, അല്ല അഭിനയിക്കാൻ പറ്റുക, അതിൻ്റെ പ്രൊമോ സോങ് പാടാൻ പറ്റുക, ഇറ്റ്സ് ലൈക്ക് സംതിങ് ബിഗ്. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി കാണുക. എല്ലാവരും പ്രതീക്ഷ വെച്ചിട്ട് തന്നെ സിനിമ കാണുക. നിങ്ങളെ പ്രതീക്ഷകൾ മീറ്റ് ചെയ്യാൻ പറ്റട്ടെ. നിങ്ങളെല്ലാവരും അഭിപ്രായങ്ങളെല്ലാവരും അറിയിക്കുക, കണ്ടിട്ട് പറയുക. അപ്പോൾ നമ്മൾ വ്ളോഗ് ഇടുന്ന 4ാമത്തെ ദിവസമാണ് കണ്ടിന്യൂസ്. ഐ ഹോപ്പ് യു ഗൈസ് ആർ സോ ഹാപ്പി. എല്ലാവരും ഹാപ്പിയാണെന്ന് വിചാരിക്കണം. അപ്പോൾ മസ്റ്റായിട്ട് നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ് ഗൈസ്. പരിപാടി കഴിഞ്ഞിട്ട് ആ ബൊമ്മൻ്റെ ഉള്ളിൽ വയർത്ത് കുളിക്കും. പിന്നെ കൈ ഇങ്ങനെ പൊക്കി പിടിക്കണം. എൻ്റെ ഹൾക്കിനാണെങ്കിൽ കാറ്റമ്മ ഉണ്ടായിന്. അപ്പോൾ ആകെ മേലും തലയൊക്കെ വേദനിച്ചിട്ട് നിൽക്കാനിരിക്കാനും പോയി. അപ്പോൾ എന്തായാലും നാളെ നമുക്ക് ഉറക്കമൊക്കെ എണീച്ചിട്ട് ബാക്കി വിവരങ്ങളും വിശേഷങ്ങളും കാണാം. വലിയൊരു വ്ളോഗ് വേറെ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഐ ലവ് യു ആൾ. ബൈ.